അയ്യോ, ഇത്ര ധൃതി എന്തിനു കൊച്ചാപ്പിയെ? പുതിയ സർക്കാർ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം കണക്കുകളൊക്കെ ബോധിപ്പിച്ചിട്ട് പോയാൽ പോരെ? അയ്യോ, അവിടുത്തെ വലിയ ആളായിരുന്നല്ലോ, സൂപ്പർ മുഖ്യമന്ത്രി. നമ്മുടെ കാരണഭൂതനൊക്കെ എവിടെ ഒപ്പിടണം എന്ന് തീരുമാനിക്കുന്ന ആൾ. സത്യസന്ധരായ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അവിടുന്ന് അങ്ങ് അടിച്ചു പറത്തിയില്ലേ? ഒരുത്തൻ ഇപ്പോഴും 1.5 വർഷമായിട്ട് സസ്പെൻഷനില്ല, മറ്റൊരുവൻ ഇപ്പം പുറത്ത് നടക്കുന്നു. എല്ലാ തിരുമാലികളും അങ്ങയുടെ ചുറ്റിനുമായിരുന്നല്ലോ. റിട്ടയർ ചെയ്തതിന് ശേഷവും സൂപ്പർ സെക്രട്ടറി അങ്ങാണല്ലോ. ബാക്കിയിരിക്കുന്ന ഒരുത്തനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്ന അങ്ങാണല്ലോ. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും നമ്മുടെ ദാസപ്പൻ രാജാവിനെ വിരട്ടി സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച ആളല്ലേ. എത്രയോ പേര് ഇന്നും പെൻഷൻ കിട്ടാൻ നടക്കുന്നല്ലോ. എൻ്റെ കൊച്ചാപ്പിയെ അനുഭവിക്കും കേട്ടോ, ഇതിനൊക്കെ അനുഭവിക്കും. ഇരിക്കുന്ന പുതിയതായിട്ട് വരുന്ന കൊച്ചാട്ടന്മാർ ശരിയായ രീതിയിൽ ഈ കിട്ടിയിരിക്കുന്ന ജനവിധിക്ക് അനുസരണമായി ജനങ്ങളുടെ നീതി നടപ്പാക്കിയാൽ കൊച്ചാപ്പിയൊക്കെ അകത്തു പോകും. പിന്നെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഈ വലിയ പട്ടേലരും ജനങ്ങളുടെ നീതി നടപ്പാക്കിയാൽ നിങ്ങളൊന്നും ഇങ്ങനെ നാട്ടിൽ വരസത്തില്ല. അത്രമാത്രമാണ് നിങ്ങളൊക്കെ മുടിപ്പിച്ചിരിക്കുന്നത്. അവസാനം 9.5% പലിശയ്ക്ക് എടുത്ത പണം പോലും 250 കോടിയോളം രൂപ ദാസപ്പൻ രാജാവിൻ്റെ ഫ്ലെക്സുകൾ കൊണ്ട് കേരളം ഒട്ടാകെ നിറയ്ക്കാൻ കൂട്ടുനിന്നവനാണ്. എന്തായിരുന്നു? യൂട്യൂബ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, ഉള്ള TV ചാനലുകളെല്ലാം തുറന്നാൽ, എക്സ് പ്ലാറ്റ്ഫോം തുറന്നാൽ, എവിടെ നോക്കിയാലും ദാസപ്പൻ രാജാവ് മാത്രം. ഇതിനൊക്കെ ചെയ്യിച്ചത് താങ്കളാണ്. ഇതിനൊക്കെ കണക്ക് ചോദിക്കാതിരിക്കുമോ? കാലത്തിൻ്റെ കാവ്യനീതി പുലരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല കൊച്ചാപ്പിയെ. ജയ് ഹിന്ദ്.